ഇവിടെ ഈ നൃത്തം അവതരിപ്പിക്കുമ്പോൾ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി ഏറ്റവും സ്വപ്നം കാണുന്ന ഒരു സ്വപ്നഭൂമിയിലെ സ്വപ്നവേദിയിൽ ചിലങ്ക കെട്ടുക എന്നുള്ളത് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം കലാമണ്ഡലത്തിലൊരു വിദ്യാർത്ഥിയായി ചേരുക എന്നുള്ള മോഹം അന്നും അല്ലെങ്കിൽ ഇപ്പോഴും എന്നെപ്പോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പുരുഷ നർത്തകർക്ക് അപ്രാപ്യമായ ഒരു കാര്യമായി ഇന്നും നിലനിൽക്കുന്നു. എങ്കിലും ഇന്ന് ഇവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറുവാൻ ഈ നിമിഷം കഴിഞ്ഞതിൽ ഞാൻ എൻ്റെ ഗുരുക്കന്മാരോടും ജഗദീശ്വരനോടും മാതാപിതാക്കളോടും എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. മോഹിനിയാട്ടം അതിൻ്റെ അരോചകത്വമായ അല്ലെങ്കിൽ അതിൻ്റെ നേരത്തേക്ക് സൂചിപ്പിച്ച പോലെയുള്ള സെക്സ്വൽ ഇമ്പാക്റ്റ് അത് വേണ്ട എന്ന് നിശ്ചയിച്ചത് ഈ മഹാസ്ഥാപനം കല്ലിട്ടൊരുക്കിയ മഹാകവിയാണ്. അദ്ദേഹം ഈ നൃത്തരൂപത്തെ തൻ്റെ നാടിൻ്റെ നൃത്തരൂപമായി കൈരളി നൃത്തമായി കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെക്കാളധികം നമ്മുടെ സർവകലാശാല ഉയർന്നപ്പോഴും ഈ നൃത്തരൂപം ഇപ്പോഴും മോഹിനി എന്ന കെട്ടുപാടിൽ നിന്നുകൊണ്ട് ചുറ്റിത്തിരിയുന്ന ഒരു കാഴ്ചയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവേഷകൻ എന്ന രീതിയിൽ എനിക്ക് ബോധ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എന്തിനാണ് ഈ വേഷം കെട്ടലുകൾ അല്ലെങ്കിൽ നൃത്തരൂപം ചെയ്യുന്നതിന് ഇത്തരം പെൺവേഷം കെട്ടിക്കൊണ്ട് നൃത്തമാടുന്നത് എന്തിന് എന്നൊരു ചോദ്യമാണ് എന്നെ കലാമണ്ഡലത്തിലേക്ക് എത്തിച്ചതും ഇവിടുത്തെ ഗവേഷണം ഡോക്ടർ എം കെ ഗീത ടീച്ചറെ കീഴിൽ പൂർത്തിയാവാൻ സാധിച്ചതും. ഇനി വിഷയത്തിലേക്ക് കടക്കട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ ഏറെ ശ്രദ്ധാപൂർവം മോഹിനിയാട്ടത്തിലെ സങ്കേതങ്ങളെ ഇണക്കി ചേർക്കുന്നതിൽ കുറച്ച് വ്യത്യസ്തത വേണമെന്ന്, അതായത് പുരുഷ നർത്തകർ രംഗവേദിയിലേക്ക് എത്തുമ്പോൾ സാധാരണ സ്ത്രീ നർത്തകർ വിരഹോത്കണ്ഠിതയും ഖണ്ഡിതയും ഒക്കെ അവതരിപ്പിച്ച് മോഹിനിയാട്ടത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി പുരുഷ കഥാപാത്രങ്ങൾക്ക് പുരാണത്തിലെ അല്ലെങ്കിൽ പുരാണ ഇതിവൃത്തങ്ങളിലെ പുരുഷ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നൃത്ത ഇനമാണ് അടുത്തതായി ഞാൻ തന്നെ ചിട്ട ചെയ്ത രാവണൻ എന്നൊരു ഇനം. നിങ്ങൾക്കെല്ലാവർക്കും അതിൻ്റെ കഥ അറിയാം. കൈലാസം അമ്മാനമാടുന്നു. തൻ്റെ കൈകളെല്ലാം കൈലാസത്തിനടിയിൽ ഭഗവാൻ ശിവൻ്റെ ഒരു ഞൊടിക്കിടയിൽ എരിഞ്ഞമരുന്നു. ശിവഭക്തനായ അല്ലെങ്കിൽ ഏറ്റവും ഭക്തനായ രാവണൻ ശിവനെ സ്തുതിച്ച് തൻ്റെ വയർ പിളർന്നുകൊണ്ട് വീണയാക്കി സ്തുതിച്ച് പാടുന്നു. ശിവനിൽ നിന്നും ഏറെ സംവൃതനായ നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഒക്കെ അധിപനായ ഭഗവാൻ ശിവൻ ഈ കലാരൂപത്തിൽ സംപ്രീതനായിക്കൊണ്ട് തൻ്റെ കയ്യിൽ നിന്നും ചന്ദ്രഹാസം എന്ന വാൾ സമ്മാനമായി രാവണൻ നൽകുന്നു. എന്നാൽ അവസാന ഭാഗം വിരോധഭക്തി. രാവണൻ സദാസമയം മനസ്സിൽ സൂക്ഷിക്കുന്നൊരു നാമമാണ് ശ്രീരാമൻ. തൻ്റെ വൈരിയെ ഏതു സമയം തകർക്കുമെന്നുള്ള ചിന്തയിൽ നടക്കുന്ന രാവണന് രാമൻ്റെ അസ്ത്രം കൊണ്ട് മോക്ഷത്തിലേക്ക് പോകുന്ന കഥ ഇതിൻ്റെ ചരണഭാഗത്തും വിസ്തരിക്കുന്നു. രാവണൻ നമുക്ക് നേരിട്ട് കാണാം. സാധാരണ ഖണ്ഡിത വിരഹോത്കണ്ഠിതയിൽ നിന്നും വ്യത്യസ്തമായൊരു പ്രമേയമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിങ്ങനെ नहीं तो
Happy